ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. സാസ് ബ്ലോഗേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് കാൽവരി മൗണ്ട്. ഇന്നത്തെ ഞങ്ങളുടെ യാത്രയിൽ കാൽവരി മൗണ്ടും കൂടി ഉണ്ടായിരുന്നു. ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ. അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. സൈഡിൽ ബൈക്കുകളൊക്കെ ഇരിക്കുന്ന സ്ഥലം കണ്ടോ? ഇതിലെയാണ് കാൽവരി മൗണ്ട് കുരിശുമലയിലേക്കുള്ള വഴി. മുമ്പ് വന്നപ്പോൾ ഇവിടെ മനോഹരമായ ഗാർഡൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. നിറയെ പൂക്കളുമായി നല്ല മനോഹരമായിരുന്നു. ഇപ്പോൾ ഇവിടെ ഗാർഡന്റെ റീസെറ്റിംഗ് വിപുലമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടുക്കി ഡാം ടോപ്പ് പിന്നിട്ട് ചെറുതോണി കട്ടപ്പന റൂട്ടിലാണ് കാൽവരി മൗണ്ട്. ഇവിടെ വരുന്ന സഞ്ചാരികൾക്കായി ധാരാളം റിസോർട്ടുകളും ഇവിടെയുണ്ട് കേട്ടോ. ഇടുക്കി ഡാമിന്റെ ചുവട് പിടിച്ചാണ് കാൽവരി മൗണ്ടും പ്രശസ്തിയുടെ മല കയറിയത്. മഞ്ഞിൽ പുതഞ്ഞ മലനിരകളും കണ്ണകലെ ഇടുക്കി ഡാമിന്റെ കാനന സൗന്ദര്യവും കുളിർക്കാറ്റും ഒക്കെ തേടി ദിവസേന നിരവധി സഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട്. ചെറുതും വലുതുമായി ഇരിപ്പിടങ്ങൾ പോലെയുള്ള പാറകളും പുൽമേടുകളുമാണ് ഇവിടുത്തെ ഭൂപ്രകൃതി. നമ്മുടെ കണ്ണിന് ഏറ്റവും കുളിർമ കിട്ടുന്നത് വനങ്ങൾക്ക് നടുവിലൂടെയുള്ള നീല ജലാശയമാണ്. ഇവിടെ വന്നൊന്ന് ഇരുന്നാൽ സമയം പോകുന്നത് പോലും അറിയില്ല. അത്രയും മനോഹരമായ വ്യൂ. വൈകുന്നേരങ്ങളിലും രാവിലെയുമാണ് ഏറ്റവും ഭംഗി. മലനിരകളിൽ കോടമഞ്ഞ് പെയ്തിറങ്ങുന്ന സമയമാണ് രാവിലെയും വൈകുന്നേരവും. ഉച്ചയ്ക്കും കുഴപ്പമില്ല, നല്ല കുളിർമയുള്ള കാറ്റ് കിട്ടും. നമുക്ക് വിശ്രമിക്കാനായി ധാരാളം ബെഞ്ച് പോലെയുള്ള ഇരിപ്പിടങ്ങളും ഇവിടെയുണ്ട്. ഞങ്ങൾ കയറി വരുമ്പോൾ ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇനി വന്നപ്പോൾ ഓർത്ത് ഇവിടെയെങ്ങും ആരും ഇല്ലേന്ന്. അപ്പോഴാണ് താഴോട്ട് നോക്കിയത്. താഴോട്ട് നോക്കിയപ്പോൾ കുറേ ആൾക്കാർ കയറി വരുന്നത് കണ്ടു. എന്താ സംഭവം എന്ന് എനിക്ക് പിടികിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നോക്കുമ്പോഴാണ് കുറിഞ്ഞികൾ പൂത്ത് നിൽക്കുന്നത് കണ്ടത്. സത്യത്തിൽ ഇവിടെ കുറിഞ്ഞിപ്പൂക്കൾ ഉണ്ടെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. കുട്ടികളുമായി ഇറങ്ങിപ്പോകാൻ പാടാണേലും കുറിഞ്ഞി കാണാനുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് എന്നാൽ താഴേക്കൊന്ന് പോയി കാണാം എന്ന് തീരുമാനിച്ചു. ഇവിടെ ഉണ്ടായിരുന്ന കുറിഞ്ഞിയുടെ പേര് മേട്ടുകുറിഞ്ഞി എന്നാണ്. എല്ലാവരും നീലക്കുറിഞ്ഞി എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പേര് മേട്ടുകുറിഞ്ഞി എന്നാണ്. 12 വർഷത്തിൽ ഒരിക്കലാണ് നീലക്കുറിഞ്ഞി പൂക്കുന്നതെങ്കിൽ 7 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് നമ്മുടെ മേട്ടുകുറിഞ്ഞികൾ പൂക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 1500 അടി ഉയരത്തിലാണ് മേട്ടുകുറിഞ്ഞി വസന്തം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇടുക്കിയിലെ കല്യാണത്തണ്ട് മലനിരകൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു കാൽവരി മൗണ്ടിന്റെ ഒരു ഭാഗമാണ് കല്യാണത്തണ്ട് മലനിരകളും. ഇടുക്കിയിൽ നമുക്ക് കല്യാണത്തണ്ട് മലനിരകളിലും പരുന്തുംപാറയിലും കുട്ടിക്കാനം ആശ്ലി മലനിരകളിലും വാഗമണ്ണിലും ആണ് ഈ മേട്ടുകുറിഞ്ഞി വസന്തം ഇപ്പോൾ ഉള്ളത്. ഇപ്പം തുടങ്ങിയിട്ട് കുറേ നാളായി. ഇപ്പം ഏകദേശം പൂക്കളൊക്കെ കഴിയുന്ന ഒരു അവസ്ഥയായി. സാധാരണഗതിയിൽ മഴയൊന്നുമില്ലെങ്കിൽ പൂക്കൾ 3 മാസം വരെ നിൽക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ താഴേക്ക് വന്നപ്പോഴത്തേന് ഫുൾ ആൾക്കാരാണ് ഇവിടെ. എല്ലാവരും റീൽസ് എടുപ്പും ഫോട്ടോ എടുപ്പും ഒക്കെയാണ്. അപ്പം ഇത് കാണാനുള്ള ആവേശത്തിന് പുറത്ത് നോക്കുമ്പോൾ എല്ലാവരും ഈ പൂക്കളൊക്കെ ചവിട്ടി നശിപ്പിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ദയവ് ചെയ്ത് ആരും പൂക്കളൊക്കെ കളയാതിരിക്കുക. കാരണം എല്ലാവർക്കും കാണാനുള്ളതല്ലേ. നമ്മൾ നശിപ്പിച്ച് കളയാതിരിക്കുക, പറിച്ച് കളയാതിരിക്കുക. അങ്ങനെ ഞങ്ങളും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. കുട്ടികൾക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങൾ എല്ലാവരും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.